ഞാൻ ഉണ്ടാക്കാൻ പോവുക. അപ്പൊ എന്താ ചെയ്യണമെന്ന് അറിയാമോ? ഇതൊരു ഗ്ലാസ് അളവെടുത്തിട്ട് 1 ഗ്ലാസ് മൈദ, 1 ഗ്ലാസ് ആശീർവാദിന്റെ ഗോതമ്പ് പൊടി, ഇതും കുറച്ച് എള്ളുണ്ട് കേട്ടോ. എള്ളും ചേർത്ത് ഈസ്റ്റ് ഇതിന്റെ പകുതി ഈസ്റ്റ് ഞാൻ ചേർത്തു കേട്ടോ. ഇതിപ്പോ രണ്ടാമത് ഉണ്ടാക്കുന്നത്. നേരത്തെ പ്രാവശ്യം ഉണ്ടാക്കിയതാണ്, അപ്പൊ ശരിയായില്ലായിരുന്നു. രണ്ടാമത് ഉണ്ടാക്കിയപ്പോഴാണ് കറക്റ്റ് ശരിയായത്. ഇതിന്റെ പകുതിയോളം ഈസ്റ്റ് എടുത്തു. ഈ 2 ഗ്ലാസ്സിന് കുഴയ്ക്കാവുന്ന പാലും എടുത്തു. അങ്ങനെ പാലെടുത്ത് കുഴച്ചിട്ട് കുഴച്ച് ഞാൻ ഈ പാത്രത്തിൽ അടച്ചു വെച്ചിരുന്നതാ. അങ്ങനെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോ നന്നായിട്ട് കുഴച്ചു കേട്ടോ. അപ്പൊ ഇന്ന് കിച്ചോ കുഴച്ചു തന്നെ. കിച്ചു കുഴച്ചത് കൊണ്ട് നല്ല ഭംഗിയായിട്ട് കുഴച്ചു. അപ്പൊ ഇതിങ്ങനെ പൊങ്ങി വന്നതാ. അപ്പൊ നല്ല മയമായി കണ്ടോ, മയമായി. ഇനി ഇത് ചൂടാൻ പോവാ. അപ്പൊ ചെറിയ ചെറിയ ഉരുളകളാക്കി വെക്കാൻ പോവാണ്. ചെറിയ ചെറിയ ഉരുളകളാക്കി ഇനി പരത്തി ചൂടാൻ പോവാ. നല്ല രസമാണ് കണ്ടോ, നല്ല രസമായി, നല്ല മയമായി. കുഴച്ച് നല്ല ഭംഗിയായതുകൊണ്ടാണ്. അപ്പൊ ഞാനിത് പരത്തട്ടെ കേട്ടോ, എന്നിട്ട് അടുത്ത വീഡിയോ കാണാം. ഇവനെ കുഴച്ചു വന്ന് ഇവൻ 1.5 മണിക്കൂർ ഇരുന്ന് പാത്രം വന്ന് കുഴച്ചപ്പെടാം. നല്ല വൃത്തിയായിരുന്നു അല്ലേ ഇച്ചു? ഇച്ചുവിന് ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം കേട്ടോ. അതുകൊണ്ട് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് പരത്തുന്നത് ഇങ്ങനെ മാത്രമേ പരത്താവുള്ളൂ. ഇത്തിരി പൊടി ഇട്ടിട്ട് ഇത് മറക്കാൻ പിടിക്കൊന്നും ചെയ്യരുത്. ഇങ്ങനെ തന്നെ പരത്തി ഇങ്ങനെ ഒരു റബ്ബർ ഇതുപോലെ വരും. പക്ഷെ എന്നാലും നല്ല മയമായിട്ട് പരത്തിയെടുക്കുക. പരത്തണത് ചുട്ടെടുക്കലാട്ടോ പറ്റുള്ളൂ. അപ്പൊ ഞാൻ 2-3 ചുട്ട് മോക്ക് കൊടുത്തു വിട്ടു. മോള് അതുകൊണ്ടാ പോയത്. വലിയ ഷേപ്പ് ഒന്നും വേണ്ട. നീളത്തിലുള്ള ഷേപ്പോ വട്ടത്തിലുള്ള ഷേപ്പ് ഏതായാലും കുഴപ്പമില്ല. ഞാൻ ഷേപ്പ് പ്രശ്നമല്ല. എന്താ ചുടാൻ പോവാം. എനിക്ക് ചൂട് വലിയ പ്രശ്നമുള്ളതാണെന്നല്ല, അതുകൊണ്ടാണ് ഞാൻ അടുപ്പത്ത് ഇങ്ങനെ കൈ വെക്കുന്നത്. എനിക്ക് ചൂടൊരു വിഷയമേ അല്ലാത്ത ആളാണ്. തവിയൊന്നും ഇല്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പരത്തിക്കൊണ്ടിരിക്കും. ഇച്ചിരി പൊടി ഇട്ടിട്ട് ഇങ്ങനെ പരത്തി ഇട്ടാൽ ഈ എള്ളിടുന്ന ഭംഗിക്ക് വേണ്ടിയിട്ടാട്ടോ. കുഞ്ഞൊന്നും കണ്ടോ. ഇത് നോർത്ത് ഇന്ത്യക്കാരുടെ ഫുഡല്ലേ ഇത്? ഇത് അടുപ്പത്തേക്ക് ഇട്ടിട്ട് നിങ്ങൾ വല്ല ക്ലിപ്പ് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാൻ. ഞാൻ പിന്നെ എനിക്കിത് പരിചയമുള്ളത് കുഴപ്പമില്ല. ഞാൻ നേരെ അടുപ്പിലേക്ക് തന്നെ ഇടും കേട്ടോ. അത് പൊങ്ങി വരും കണ്ടോ. ഫ്ലെയിം കുറച്ച് വെക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് നെയ്യ് തൂവുക. നെയ്യല്ല, ബട്ടർ മാറിപ്പോയി. പിന്നെ ബട്ടർ തൂവുക. ബട്ടർ തൂവി അടച്ചു വയ്ക്കാം. അങ്ങനെ വീട്ടിൽ തന്നെ ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് അങ്ങ് നല്ല സോഫ്റ്റ് ആവും. എന്നിട്ട് അങ്ങ് മൂടി വെച്ചാൽ മതി കേട്ടോ. ഞാൻ അടുത്ത് കുറച്ച് ചൂടത്തന്നെ അങ്ങനെ അങ്ങ് പൊങ്ങി വന്നു കണ്ടോ. ഹായ് കണ്ടോ. ഓക്കേ പൊങ്ങി വന്നു കണ്ടോ. നെയ്യ് തൂത്ത് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് അങ്ങനെ ഞാൻ റെഡി. ഓ നല്ല ചൂടുണ്ട്. അപ്പോൾ ഓക്കെ, ഇതപ്പോൾ ചിക്കൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ലതാണ്. ചപ്പാത്തിയേക്കാളും ടേസ്റ്റ് ആട്ടോ.
ബട്ടർ ചേർക്കുന്നതുകൊണ്ട് പ്രോട്ടീൻ നന്നായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.